ഹിന്ദുത്വ ആദർശത്തെ നെഞ്ചേറ്റ് സിനിമയെടുക്കുന്ന തനിക്ക് മോദി അധികാരത്തിലെത്തിയതോടെ ഭയപ്പെടാതെ സിനിമയെടുക്കാമെന്ന മേജർ രവിയുടെ പ്രസ്താവനയ്ക്കെതിരെ സംവിധായകൻ കമൽ. ദേശത്തോടു കൂറുള്ള സിനിമകൾ എടുത്തുവെന്ന് അവകാശപ്പെടുന്ന മേജർ രവി പ്രേക്ഷകരോട് മാപ്പ് പറയണം. കലാകാരന് വേണ്ട യോഗ്യത മതേതര നിലപാട് പുലർത്തുക എന്നതാണെന്നും കമൽ വ്യക്തമാക്കി. ദില്ലിയിൽ നടന്ന ലോക ഹിന്ദു കോൺഗ്രസിൽ മേജർ രവി നടത്തിയ വിവാദ പ്രസ്താവനകൾക്കെതിരെ ശക്തമായ പ്രതികരണമാണ് സംവിധായകൻ കമൽ നടത്തിയത്. ദേശഭക്തി തുളുമ്പുന്നു എന്ന വിധത്തിൽ സിനിമയെടുത്ത മേജർ രവിയുടെ നിലപാട് ഇതായിരുന്നുവെങ്കിൽ ദുഃഖമുണ്ട്. രവി പ്രേക്ഷകരോട് മാപ്പ് പറയണം. സിനിമയെടുക്കാൻ ആരെയാണ് രവി ഭയപ്പെട്ടിരുന്നതെന്നും കമൽ ചോദിച്ചു. ഇതിനു മുമ്പ് അദ്ദേഹം ആരെയാണ് ഭയപ്പെട്ടിരുന്നത്? ഇന്ത്യൻ ജനാധിപത്യത്തെയാണോ അദ്ദേഹം ഭയപ്പെട്ടിരുന്നത്? അല്ലെങ്കിൽ ഇവിടുത്തെ മതേതരമായ നിലപാടെടുക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ജനങ്ങളെയാണോ അദ്ദേഹം ഭയപ്പെട്ടിരുന്നത്? അല്ലെങ്കിൽ ദേശീയ ഇത്തരം പുരോഗമന പ്രസ്ഥാനങ്ങളെയാണോ അദ്ദേഹം ഭയപ്പെട്ടിരുന്നത്? രവിയുടെ പ്രസ്താവന തീവ്രവാദപരമാണ്. രവിക്കൊപ്പം മേജർ എന്ന വാക്കുകൂടി അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. ഹിന്ദുത്വ നിലപാട് വെച്ച് പുലർത്തുന്ന രവി സൈന്യത്തെ കൂടി അപമാനിച്ചു. അദ്ദേഹം മേജർ എന്നുള്ളൊരു പദവി കൂടി അദ്ദേഹത്തിന്റെ പേരിനോടൊപ്പം വെക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ആ ബാധ്യതയും കൂടിയുണ്ട്, ആ ഉത്തരവാദിത്വമുണ്ട്. അദ്ദേഹം സംസാരിക്കുമ്പോൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു നിലപാട് അദ്ദേഹത്തിനുണ്ടെങ്കിൽ അദ്ദേഹം ആ മേജർ എന്നുള്ള പദവിയും ഇന്ത്യൻ സൈന്യത്തെയും അപമാനിക്കുന്നതാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സാംസ്കാരികമായ പ്രതിരോധം മതതീവ്രവാദത്തിനെതിരെ ഉയർന്നു വരേണ്ടതുണ്ട്. ചുംബന സമരവുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് യുവതലമുറ നടത്തിയ പൊതുപ്രതിഷേധത്തിനെതിരെ അസഹിഷ്ണുതയോടെയുള്ള തീവ്രവാദ സംഘടനകളുടെ ഏകോപനം അപകടകരമായ അവസ്ഥയിലേക്കാണ് കേരളത്തെ കൊണ്ടുപോകുന്നതെന്നും കമൽ വ്യക്തമാക്കി. സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ, തൃശൂർ.